നമസ്തേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാം പദയേ നമഃ. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. ശ്രീരാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ ഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. ആരണ്യകാണ്ഡത്തിലെ സുതീക്ഷ്ണ ആശ്രമ പ്രവേശത്തിന് ശേഷമുള്ള അഗസ്ത്യ സന്ദർശന ഭാഗമാണ് നമുക്ക് വായിക്കേണ്ടത്. അതിൽ സുതീക്ഷ്ണാശ്രമ പ്രവേശത്തിൽ ഒരു മനുഷ്യജന്മത്തിൽ പുത്രൻ, ഭാര്യ, അർത്ഥം എന്നതിൽ മാത്രം നമ്മൾ ആകൃഷ്ടനായി ജീവിച്ചു കഴിഞ്ഞാൽ ഈ ജീവിതത്തിന് യാതൊരു അർത്ഥമില്ലാന്നും അതുകൊണ്ട് ഭഗവാനിലേക്ക് മുഴുകാൻ, ഈശ്വരനിലേക്ക് മുഴുകാൻ നമുക്ക് സാധിക്കണമെന്നും അതുപോലെ തന്നെ അന്ധകൂപത്തിൽ ഭാര്യ, പുത്രൻ, ധനം എന്ന് പറയുന്ന അന്ധകൂപത്തിൽ വീട് ജീവിതം വ്യർത്ഥമാക്കാൻ പാടില്ലെന്ന് പറയുന്ന ഒരു ഭാഗമാണ് സുതീക്ഷ്ണാശ്രമ പ്രവേശം. അത് കഴിഞ്ഞ് അഗസ്ത്യ സന്ദർശന ഭാഗമാണ് ഇനി നമുക്ക് വായിക്കേണ്ടത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ഭാനുമാനുമുദിച്ചപ്പോൾ അർഘ്യവും നൽകി മഹാകാനന മാർഗേ നടകൊണ്ടിതു മന്ദം മന്ദം. സർവർത്തുഫലകുസുമാഢ്യ പാതഫലതാസംവൃതം നാനാമൃഗസഞ്ജയ നിഷേവിതം നാനാപക്ഷികൾ നാദം കൊണ്ടതിമനോഹരം. കാനനം ജാതിവൈരരഹിത ജന്തുപൂർണം നന്ദന സമാനമാനന്ദധാനാഢ്യം. മുനിനന്ദന വേദധ്വനിമണ്ഡിത മനുപമം ബ്രഹ്മർഷി പ്രവരന്മാരമരമുനികളും സമ്മോദം പൂണ്ടുവാഴും മന്ദിര നികരങ്ങൾ. സംഖ്യയില്ലാതോളമുണ്ടോരോരോ തരം നല്ല സംഖ്യാവസ്തുക്കളുമുണ്ട് ഇല്ലാതെ വണ്ണം. ബ്രഹ്മലോകവും ഇതിനോടു നേരല്ലെന്നത്രേ ബ്രഹ്മജ്ഞന്മാരായുള്ളോർ ചൊല്ലുന്നു കാണും തോറും. ആശ്ചര്യമോരോന്നിവ കണ്ടവരും ആശ്രമത്തിനു പുറത്തെടുത്തു ശുഭദേശേ. വിശ്രമിച്ചനന്തരമരുളി ചെയ്തു രാമൻ വിശ്രുതനായ സുതീക്ഷണൻ തന്നോടിനിയിപ്പോൾ വേഗേന ചെന്നു ഭവനാം അഗസ്ത്യമുനീന്ദ്രനോട് ആഗതനായോരെന്നെ അങ്ങുണർത്തിച്ചിടണം. ജാനകിയോടും ഭ്രാതാവായ ലക്ഷ്മണനോടും കാനനദ്വാരേ വസിച്ചിടുന്നിതുപാശ്രമം. ശ്രുത്വാ രാമോക്തം സുതീക്ഷ്ണ മഹാപ്രസാദമിത്യുക്ത്വാ സത്വരം ഗത്വാചാര്യമന്ദിരം മുതാ. നത്വാ തം ഗുരുവരമഹസ്ത്യം മുനികുലസത്തമം രഘുത്തമഭക്ത സഞ്ജയപ്രദം. രാമമന്ത്രാർത്ഥ വിഖ്യാത തൽപരം ശിഷ്യന്മാർക്കായി അഗസ്ത്യമാത്മാ രാമം മുനീശ്വരം. ആരൂഢ വിനയം കൊണ്ടനാഥ വക്രത്തോടുമാരാൽ വീണുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ. രാമനാം ദാശരഥി സോദരനോടും നിജ ഭാമിനിയോടുമുണ്ടിങ്ങാഗതനായിട്ടിപ്പോൾ നിൽക്കുന്നു പുറത്തു ഭാഗത്തു കാരുണ്യാബ്ദേ നിൻ തൃക്കഴലിണ കണ്ടു വന്ദിപ്പാൻ. ഭക്തിയോടെ
മുമ്പേ തന്നകക്കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ പുനരെങ്കിലും അരുൾ ചെയ്താൻ. ഭദ്രം തേ രഘുനാഥ രഘുനാഥമാനയ ക്ഷിപ്രം രാമഭദ്രം മേ ഹൃദിസ്ഥിതം ഭക്തവത്സലം ദേവം പാർത്തിരുന്നിടുന്നു. ഞാൻ എത്ര നാളുണ്ടു കാൺമാൻ പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരൂപം. രാമ രാമേതി രാമമന്ത്രവും ജപിച്ചതി കോമളം കാളമേഘശ്യാമളം നളിനാക്ഷം ഇത്യുക്ത്വാ സരഭസമുത്തായ മുനിപ്രവരൻ ഉത്തമൻ മധ്യേ ചിത്തമത്യന്ത ഭക്തിയാ മുനിസത്തമരോടും നിജ ശിഷ്യ സഞ്ജയത്തോടും ഗത്വാ ശ്രീരാമചന്ദ്രഭക്തം പാർത്തരുൾ ചെയ്താൻ. ഭദ്രം തേ നിരന്തരമസ്തു സന്തതം രാമഭദ്രം മേ ദിഷ്ട്യാ ചിരമധ്യൈവ സമാഗതം യോഗ്യനായിരിപ്പോരിഷ്ടാതിഥി ബലാത്മമാ ഭാഗ്യപൂർണേന സംപ്രപ്തനായതു ഭഗവാൻ. അദ്യവാസരം മമ സഫലമത്രയല്ലമത്തപസാഫല്യവും വന്നിതു ജഗൽപദേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ. കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ താനും തമ്പിയും വൈദേഹിയും സംഭ്രമസമന്വിതം കുമ്പിട്ടു ഭക്തിയ ദണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മാവും എടുത്തെഴുന്നേൽപ്പിച്ചു ശീഘ്രം. കാടാശ്ലേഷവും ചെയ്തു പരമാനന്ദത്തോടും ഗൂഢപാദീശാംശജനായ ലക്ഷ്മണനെയും ഗാത്രസ്പർശന പരമാഹ്ലാദജാതസ്രവം നേത്രകീലനാകുലനാകിയ താപസവരൻ ഏകേന കരേണ സംഗൃഹ്യ രോമാഞ്ചാന്വിതം രാഘവനുടെ കരപങ്കജമതിദ്രുതം സ്വാശ്രമം ജഗാമ. ഹൃഷ്ടാത്മനാ മുനിശ്രേഷ്ഠനാശ്രിത ജനപ്രിയനായ വിശ്വേശം രാമം പാദ്യാർഘ്യാസന മധുപർക്കമുഖ്യങ്ങളും പാദ്യ സമ്പൂജ്യ സുഖമായുപവിഷ്ടനാദം വന്യഭോജ്യങ്ങൾ കൊണ്ടു സാദരം ഭുജിപ്പിച്ചു ധന്യനാം തപോധനനേകാന്തേ ചൊല്ലിയിടിനാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ. ഇനി അഗസ്ത്യ സ്തുതിയുടെ ഭാഗമാണ്. നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതു മുന്നം ദേവകളോടും കമലാസനനോടും ഭവാൻ ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു. രാഘവ ഘോരരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡലം ഭാരാപഹരണം ചെയ്തിടുവനെന്നു തന്നെ. സാരസാസനാ സകലേശ്വരാധയാനിതേ ഞാനന്നു തുടങ്ങി വന്നിവിടെ വാണിയിടിനാനേന ആനന്ദസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ. താപസജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ. ലോകസൃഷ്ടിക്കു മുന്നമേകനായാനന്ദനായി ലോകകാരണൻ വികൽപോപാധി വിരഹിതൻ തന്നെ മായ തനിക്കാശ്രയഭൂതയായി തന്നുടെ ശക്തിയെന്നു പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തൽ ഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നറുവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം. ദിവ്യമാം വ്യാകൃതമെന്നോ ഉപനിഷദ്വശാൽ മായാദേവിയെ മൂലപ്രകൃതിയെന്നും ചൊല്ലും. മായാതീതന്മാരെല്ലാം സംസൃതിയെന്നും ചൊല്ലും. വിദ്വാൻമാരവിദ്യയെന്നും പറയുന്നുവല്ലോ. ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം. നിന്നാൽ സംക്ഷോഭ്യമാണയാകിയമായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊല്ലൂ. നിന്നുടെ നിയോഗത്താൽ മഹത്വത്വത്തിങ്കലെ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാ. മഹാതത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളേവം മൂന്നായി ചൊല്ലിയിടുന്നു. സാത്വികം രാജസവും താമസമെന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതു മൂന്നുമെന്നിതറിഞ്ഞാലും. താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മതന്മാത്രങ്ങളും ഭൂമി പൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായിരിന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ
സാത്വികത്തിങ്കൽ നിന്നു മനസ്സുമുണ്ടായി വന്നു. സൂത്രരൂപകം ലിംഗമിവറ്റിങ്കൽ നിന്നുണ്ടായി. സർവത്ര വ്യാപ്തസ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്നു ദിവ്യനാം വിരാൾ പുമാനുണ്ടായതെന്നു കേൾപ്പൂ. അങ്ങനെയുള്ള വിരാൾ പുരുഷൻ തന്നെയല്ലോ തിങ്ങീടും ചരാചര ലോകങ്ങളാകുന്നതും. ദേവമാനുഷ തിര്യഗോനിജാതികൾ ബഹുസ്ഥാവര ജംഗമൗഘപൂർണമായുണ്ടായി വന്നു. ത്വന്മായാ ഗുണങ്ങളെ മൂന്നുമാശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനുമുണ്ടായി വന്നു. ലോകസൃഷ്ടിക്കുരജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ദാതാ നാഭിയിൽ നിന്നുണ്ടായി. സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും. ബുദ്ധിജാതികളായ വൃത്തികൾ ഗുണത്രയം നിത്യമംശിച്ചു ജാഗ്രൽ സ്വപ്ന സുഷുപ്തിയും. ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യമനേകമവ്യയനല്ലോ നാഥൻ. യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാൻ ഇച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചു മായ തന്നെ. തന്മൂലം ഗുണവാനെ പോലെയായിതു ഭവാൻ ത്വന്മഹാമായ രണ്ടുവിധമായി വന്നാളല്ലോ. വിദ്യയും അവിദ്യയുമെന്നുള്ള ഭേദാക്കയ വിദ്യയെന്നല്ലോ ചൊൽവൂ നിവൃത്തി നിരതന്മാർ. അവിദ്യാവശന്മാരായി വർത്തിച്ചീടിന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ. വേദാന്തവാക്യാർത്ഥ വേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ. അവിദ്യാവശകന്മാർ നിത്യസംസാരികളെന്നവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം. വിദ്യാഭ്യാസൈകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ. ത്വന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്കു നിർമ്മലമായ വിദ്യ താനേ സംഭവിച്ചിടും. മറ്റുള്ള മൂഢന്മാർക്ക് വിദ്യയുണ്ടാകുന്നതു ചെറ്റില്ല 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും. ആകയാൽ ത്വൽഭക്തി സമ്പന്നന്മാരായുള്ളവർ ഏകാന്തമുക്തന്മാരില്ലേതും സംശയമോർത്താൽ. ത്വൽഭക്തി സുതാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയുമില്ല. ശ്രീരാമ രഘുപതേ കേവലജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാരാമ കാരുണ്യാമൃത സിന്ധോ. എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ തരപതേ. സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്നു വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. സാധുക്കളാകുന്നതു സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി. നിസ്പൃഹന്മാരായ വിഗതൈഷണന്മാരായി സദാ ത്വൽഭക്തന്മാരായി നിവൃത്താകില കാമന്മാരായി. ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഗമന്മാരുമായി സന്യസ്ത കർമാക്കളായി. തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചാരൈക പാരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമാദി സമ്പന്നന്മാരായ ഏകാന്തേ ശമധമസാധനായുക്തന്മാരായി. സാധുക്കളവരോടു സംഗതിയുണ്ടാകുമ്പോൾ ചേതസി ഭവൽകഥാശ്രവണേ രതിയുണ്ടാം. ത്വൽകഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും. വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും. വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം. ആകയാൽ ത്വൽഭക്തിയും നിങ്കലേ പ്രേമവായ്പും രാഘവാ സ്വഭാവവിക്കേണമേതയാനിതേ. ത്വൽപാദാബ്ജങ്ങളിലും ത്വൽഭക്തന്മാരിലും എന്നുൾപ്പൂവിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകണം. ഇന്നല്ലോ സഫലമായി വന്നിതു മമ ജന്മം. ഇന്നു മൽകൃതുക്കളാം വന്നിതു സഫലമായി
ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു. ഇന്നല്ലോ സഫലമായി വന്നതു മന്നേത്രവും സീതയാ സാർദ്ധം ഹൃദിവസിക്ക സദാ ഭവാൻ. സീതാവല്ലഭാ ജഗന്നായകാദാശരഥേ, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴുമെന്നു വേണ്ട, നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മനസേ ഭവദ്രൂപം തോന്നണം ദയാംബുദേ. കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജമ്പാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം ബാണതൂണീരത്തോടും കൊടുത്തു ഖഡ്ഗത്തോടും ആനന്ദവിവശനായി പിന്നെയും അരുൾ ചെയ്താൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ, ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപതേ വിനഷ്ടമാക്കിയിടണം വൈകിടാതെ. സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിനു മർത്യനായി പിറന്നതും. 2 യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി. ഗൗതമീ തീരെ നല്ലൊരാശ്രമം ചപച്ചതിൽ സീതയാ വസിക്ക പോയി ശേഷമുള്ളൊരു കാലം. തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്കന്നുടെ അനുജ്ഞ നൽകി മുനി. ശ്രുത്വൈതൽ സ്തോത്രം സാരമാഗസ്ത്യ സുഭാഷിതം തത്വാർത്ഥ സമന്വിതം രാഘവൻ തിരുവടി. ബാണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ച അഗസ്ത്യപാദാംബുജം. യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യ ജാനകിയോടും എഴുന്നള്ളിയിടും നേരം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ. അഗസ്ത്യസ്തുതിയുടെ ഭാഗമാണ് നമ്മൾ വായിച്ചത്. ആ അഗസ്ത്യസ്തുതിയിൽ എന്താണ് ശിവൻ, എന്താണ് ബ്രഹ്മാവ്, എന്താണ് മഹാവിഷ്ണു എന്ന് നമുക്കവിടെ പറഞ്ഞു തരുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിൽ 3 ഭാവങ്ങളാണുള്ളത് നാം. അതിൽ ഒന്ന് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ സത്വഗുണത്തിൽ നിന്നും രജോ ഗുണത്തിൽ നിന്നും തമോ ഗുണത്തിൽ നിന്നുമാണ് ശിവനും ബ്രഹ്മാവും മഹാവിഷ്ണുവും ഒക്കെ ആവിർഭവിച്ചത് എന്ന് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് പറയാണ്. സാത്വികത്തിൽ നിന്നുണ്ടായി വന്നു മനസ്സും. ഇനി എവിടുന്നാ മനസ്സുണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ അത് സത്വഗുണത്തിൽ നിന്നാണത്രേ മനസ്സുണ്ടാകുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഈ വിരാട് പുരുഷനെ സദാകാലം ഭജിക്കണം. ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രന്മാരായിട്ടുണ്ടത് ഉണ്ടായത് എന്തിനാണെന്ന് ഒരു ഭാഗത്ത് നമുക്ക് അഗസ്ത്യസ്തുതിയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ലോക സൃഷ്ടിക്കു രജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ദാതാ നാഭിയിൽ നിന്നുണ്ടായി. അതുപോലെ തന്നെ സത്വഗുണത്തിൽ നിന്നാണ് മഹാവിഷ്ണു ഉണ്ടാവുന്നതെന്നും തമോ ഗുണത്തിൽ നിന്ന് സംഹരിപ്പാൻ വേണ്ടിയിട്ടാണ് ശിവൻ ആവിർഭവിച്ചത് എന്നും ബുദ്ധിജാതികളായ വൃത്തികൾ ഗുണത്രയം നിത്യമംശിച്ചു ജാഗ്രൽ സ്വപ്ന സുഷുപ്തി. ഇപ്പോൾ രാജസഗുണത്തെക്കുറിച്ചും സത്വഗുണത്തെക്കുറിച്ചും താമസഗുണത്തെക്കുറിച്ചും പറഞ്ഞതിന് ശേഷം ജാഗ്രൽ സ്വപ്ന സുഷുപ്തി അവസ്ഥയെക്കുറിച്ചും ബ്രഹ്മാവ്, ശിവൻ, വിഷ്ണു ഇവരുടെ ആവിർഭാവത്തെക്കുറിച്ചും ഒക്കെയാണ് നമുക്ക് അഗസ്ത്യസ്തുതിയിലൂടെ പറഞ്ഞു തരുന്നത്. അതിനുശേഷം ജടായു സംഗമ ഭാഗമാണ് വായിക്കേണ്ടത്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അദ്രിശൃംഗാപം തത്ര പദ്ധതി മധ്യേ കണ്ടു പത്രി സത്തമനാകും വൃദ്ധനാം ജടായുഷം. എത്രയും വളർന്നോരു വിസ്മയം പൂണ്ടു രാമൻ ഭദ്രരോഷേണ സുമിത്രാത്മജനോട് ചൊന്നാൻ. രക്ഷസാം പ്രവരനി കിടക്കുന്നതു മുനിഭക്ഷകനിവനെ നീ കണ്ടില്ലയോ സഖേ. വില്ലിങ്ങു തന്നീടു നീ ഭീതിയുണ്ടാകോല കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ഇനിയിപ്പോൾ. ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നതു കേട്ടു പക്ഷിശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്നാൻ. വദ്യനല്ലഹം തവതാതനു ചെറുപ്പത്തിലെത്രയും ഇഷ്ടനായ വയസ്യനറിഞ്ഞാലും നിന്തിരുവടിക്കു ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവാൻ ഹന്തവ്യനല്ല ഭവൽഭക്തനാം ജടായു ഞാൻ. എന്നിവ കേട്ടു ബഹുസ്നേഹം ഉൾക്കൊണ്ടു നാഥൻ
നന്നായി ആശ്ലേഷം ചെയ്തു നൽകിയിടിനാൻ അനുഗ്രഹം. എങ്കിൽ ഞാനിരിപ്പതിനടുത്തു വസിക്ക നീ, സങ്കടമിനിയൊന്നുകൊണ്ടുമേ നിനക്കില്ല. ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനിതു കാലം, കഷ്ടം കഷ്ടം കിങ്കരപ്രവരനായി വാഴുക മേലിൽ ഭവാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. അങ്ങനെ ആരണ്യകാണ്ഡത്തില് അഗസ്ത്യ സ്തുതിക്ക് ശേഷം ജടായു സംഗമ ഭാഗമാണ്. ആ ജടായുവിനെ കാണുന്ന മാത്രയിൽ തന്നെ ശ്രീരാമൻ പറയുന്ന വാക്കുകളാണ്, എത്രയും പെട്ടെന്ന് രക്ഷസായിരിക്കുന്ന ഇവനെ എത്രയും പെട്ടെന്ന് വധിക്കണം, ജടായുവിനെ. അങ്ങനെ വധിക്കാൻ പോകുന്ന സമയത്ത് ജടായു പറയാണ്, വദ്യനല്ല തവതാതനു, ചെറുപ്പത്തിൽ ഇത്രയും ഇഷ്ടനായ വയസ്സനെന്നറിഞ്ഞാലും എന്നെ നിങ്ങൾ വധിക്കാൻ പാടില്ല. കാരണം ഞാൻ ചെറുപ്പത്തിൽ ഞാൻ നിങ്ങളുടെയൊക്കെ അച്ഛൻ്റെ സുഹൃത്തായിരുന്നു. ആ സുഹൃത്തായി എന്നെ വധിക്കാൻ വേണ്ടി പാടില്ല എന്ന് ജടായു പറയാണ്. ഇന്നും നമുക്ക് ധാരാളം സൗഹൃദങ്ങൾ ഉണ്ട്. പക്ഷേ ഈ സുഹൃത്ത് എന്ന് പറയുന്നത് സ്വന്തം ഹൃത്ത് അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ആളെ മാത്രമേ ജീവിതത്തിൽ സുഹൃത്ത് എന്ന് വിളിക്കാൻ പാടുള്ളൂ. നമ്മുടെ പ്രയാസങ്ങളൊക്കെ നമ്മളെ കൂടെ ഉണ്ടാകണം. നമ്മളൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റിൽ നിന്ന് നമ്മളെ തിരുത്തുന്ന നല്ല സുഹൃത്തുക്കൾ നമുക്ക് വേണമെന്ന് ജടായു സംഗമ ഭാഗത്തിലെ വരികളിലൂടെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇന്നത്തെ രാമായണത്തിലെ ജടായു സംഗമ ഭാഗം വായിച്ചതിന് ശേഷം ഏകശ്ലോക രാമായണത്തോടു കൂടി നമുക്ക് ഇന്നത്തെ പാരായണം ഇവിടെ സമാപിപ്പിക്കും. പൂർവം രാമതപോവനാദിഗമനം പത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാദ്രാവണ കുംഭകർണനിധനം ഹേതദ്ധി രാമായണം. ഹരി ഓം തത്സത്.